ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറാണ്. എൻ്റെ പേര് സ്വാതി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് SSLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം, അതായത് ഹൈഡ്രോ കാർബൺസ് ഹാവിങ് മോർ ദാൻ 1 ബ്രാഞ്ചസ്. അപ്പം നമ്മൾ ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബണിനെ എങ്ങനെ നെയിം ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ഒരു ബ്രാഞ്ച് വരുന്നത്, ഇതിൽ 2 ബ്രാഞ്ച് വരുന്നുണ്ട് ഈ ഒരു ഹൈഡ്രോ കാർബണിൽ. അപ്പം നമുക്ക് ആദ്യം ഇതിനെ നമ്പർ ഇടണം, അതിനുശേഷം നമുക്ക് അതിനെ നെയിം ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് നമ്പർ ഇടുക എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെ ലോങ് ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം. മെയിൻ ചെയിൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ള ചെയിൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് മെയിൻ ചെയിൻ ഏതാണ്? ഇത് തന്നെയാണ് മെയിൻ ചെയിൻ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒന്ന് നമ്പർ ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പം നമുക്ക് ഏതൊക്കെ നമ്പർ കാർബൺ ആറ്റംസിലാണ് ബ്രാഞ്ച് വരുന്നത് നോക്കാം. നോക്കിക്കേ, 2ാമത്തെ കാർബൺ ആറ്റത്തിലും 4ാമത്തെ കാർബൺ ആറ്റത്തിലുമാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പം 2ലും 4ലുമാണ് ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് വരുന്നത്. ഇനി നമുക്ക് വലത്ത് നിന്ന് ഇടത്തോട്ടൊന്ന് നമ്പർ ചെയ്ത് നോക്കാം. അപ്പൊ വലത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പം ഏതൊക്കെ കാർബൺ ആറ്റത്തിലാ ബ്രാഞ്ച് വരുന്നത് നോക്കാം. 4ലും 6ലും അല്ലെ. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ബ്രാഞ്ചസിന് നമ്മൾ ഏറ്റവും കുറവ് നമ്പർ വരണം. അതായത് ഒന്നിലധികം ശാഖകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന ശാഖ ഏതാണോ അതിന് ഏറ്റവും കുറവ് നമ്പർ വരണം. അപ്പൊ നമ്മൾ ഇടത്ത് നിന്നും വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് ആദ്യം വരുന്ന ശാഖയ്ക്ക് ഏറ്റവും കുറവ് നമ്പർ വരുന്നത്, അതായത് 2, 4 എന്ന് നമ്പർ വരുന്നു. അപ്പോൾ ഏതാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത്? മെയിൻ ചെയിൻ നമ്പറിങ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഇടത്ത് നിന്നും വലത്തോട്ടുള്ള നമ്പറിങ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ശാഖകളുള്ള കാർബൺ ആറ്റത്തിന്റെ നമ്പർ എഴുതി. ഇനി ശാഖകൾ ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യണം. 2 ശാഖകളും ഒരേപോലെയുള്ളതാണ്, ഒരേ ഗ്രൂപ്പാണ്. ഏത് ഗ്രൂപ്പാണ്? മീഥൈൽ ഗ്രൂപ്പാണ് അല്ലെ. അപ്പോ എന്തെഴുതും? 2ലും 4ലും മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2,4 ഡൈമീഥൈൽ എന്ന് കൊടുക്കും. കാരണം 2ലും ഒരേ ഗ്രൂപ്പ് തന്നെയാണ് ഉള്ളത്. 2, 4 എന്നീ കാർബൺ ആറ്റത്തില് ഒരേ ഗ്രൂപ്പ് തന്നെയാണ്, അത് മീഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് 2,4 എന്ത് കൊടുക്കും? ഡൈമീഥൈൽ. ഇനി നമ്മൾ മെയിൻ ചെയിനിലോട്ട് വരണം. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 7 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് വരും? വേർഡ് റൂട്ട് ഹെപ്റ്റ് എന്ന് വരും. ഇനി എല്ലാ കാർബൺ ആറ്റങ്ങളുടെ ഇടയിലും ഏകബന്ധനമാണ് ഉള്ളത്, സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ എയിൻ എന്നാണ് അതിന്റെ സഫിക്സ് വരിക. അപ്പൊ ഹെപ്റ്റെയിൻ, 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ എന്നതിന്റെ പേര് വരും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ മെയിൻ ചെയിന് ഐഡന്റിഫൈ ചെയ്യാം. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ചെയിൻ ഏത് വരും? ഇത് വരും അല്ലെ. 1, 2, 3, 4, 5. അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ ചെയിൻ വരുന്നത്. ഇനി മെയിൻ ചെയിനിൽ നമ്മൾ നമ്പർ ഇട്ടു അല്ലെ. അപ്പൊ നമ്പർ ഇടുമ്പം ഏതൊക്കെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ചസ് വരുന്നത്? 2, 4 എന്നീ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ചസ് വരുന്നത്. ഇനി നമുക്ക് വലത് നിന്ന് ഇടത്തോട്ടൊന്ന് നമ്പർ ചെയ്ത് നോക്കാം. 3, 4, 5 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴും നമുക്ക് 2ാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലുമാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പം എങ്ങനെ നമ്പർ ചെയ്താലും സെയിം ആണ് അല്ലെ. ഇനി നമ്മൾ എന്ത് നോക്കണം? 2ലും 4ലും ഏത് ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വന്നത് എന്ന് നോക്കാം. ഏത് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്? 4ല് മീഥൈൽ ഗ്രൂപ്പാണ്, 2ലും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ എന്ത് വരും? 2, 4 രണ്ടും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ 2ലും 4ലും മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈമീഥൈൽ. ഇനി മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ഡൈമീഥൈൽ പെന്റെയിൻ. എല്ലാതും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 2,4 ഡൈമീഥൈൽ പെന്റെയിൻ എന്ന് പേര് വരും.
നമുക്ക് ടെക്സ്റ്റിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്ത സെയിം കോമ്പൗണ്ട് തന്നെയാണ്. അപ്പോൾ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം 5. ഇനി ശാഖ അല്ലെങ്കിൽ ശാഖകൾ, എത്ര ശാഖകളുണ്ട്? 2 ശാഖകളാണുള്ളത്. ഇടതു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ, അതായത് നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖ വരുന്നത് രണ്ടാമത്തെ കാർബണിലാണ്, അതുകൊണ്ട് 2. ഇനി വലത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ. അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്ത് നോക്കാം. അപ്പോഴും ആദ്യം വരുന്ന സ്ഥാനസംഖ്യ ഏതാണ്? 2 ആണ് അല്ലെ? അപ്പോൾ 2. ഇവിടെ സ്ഥാനവിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല അല്ലെ? അപ്പോൾ മാറ്റമില്ല. ഇനി ഇതിന്റെ IUPAC നാമം എന്ത് വരും? നമ്മൾ കണ്ടു അല്ലെ, നേരത്തെ കണ്ടു. സെയിം കോമ്പൗണ്ട് തന്നെയാണ്. 2 4 2ലും 4ലും മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് വരും? 2,4 ഡൈമീഥൈൽ പെന്റെയ്ൻ എന്ന് പേര് വരും. ഇനി പേജ് നമ്പർ 105 ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഇതിലെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളെ നമ്പർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മുഖ്യ ചെയിൻ ഐഡന്റിഫൈ ചെയ്യാം. ഇതാണ് മുഖ്യ ചെയിൻ അല്ലെ? 6 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ചെയിൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇടത്ത് നിന്ന് വലത്തോട്ട്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമുക്ക് ആദ്യം നമ്പർ ചെയ്യാം. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒന്ന് നമ്പർ ചെയ്ത് നോക്കാം. ഇനി ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ശാഖകൾ വരുന്നത് ഏതൊക്കെ കാർബൺ ആറ്റത്തിലാണ്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ വരുന്നത് 3 5 എന്നീ കാർബൺ ആറ്റങ്ങളിലാണ് ശാഖകൾ വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോഴോ 2 4 എന്നീ കാർബൺ ആറ്റങ്ങളിലാണ് ശാഖകൾ വരുന്നത്. അപ്പൊ ഇതിലെ ഏത് നമുക്ക് ചൂസ് ചെയ്യാം? നമ്മൾ പറഞ്ഞു അല്ലെ, ആദ്യത്തെ ശാഖ ഏതാണോ അത് വരുന്ന കാർബണിലെ ഏറ്റവും കുറവ് നമ്പർ വരണം. അതായത് 2 4 എന്ന് വരുന്നതാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ IUPAC നാമം എന്ത് വരും? 2,4 ഡൈമീഥൈൽ, 6 കാർബൺ ഉള്ള ഒരു മെയിൻ ചെയിൻ ആണ്, അതുകൊണ്ട് ഹെക്സെയിൻ എന്ന് പേര് വരും. 2,4 ഡൈമീഥൈൽ ഹെക്സെയിൻ. വേറൊരു കോമ്പൗണ്ട് കൂടി തന്നിട്ടുണ്ട്. അതിനെ വലത് നിന്ന് ഇടത്തോട്ടും ഇടത്ത് നിന്ന് വലത്തോട്ടും നമ്പർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നമ്പർ ചെയ്ത് നോക്കാം. 5 6. ഇനി വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ കാർബണിലാണ് ശാഖകൾ വരുന്നത് നോക്കാം. 2 4 5 എന്നീ കാർബണിലാണ് ശാഖകൾ വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ കാർബണിലെ ശാഖകൾ വരുന്നത്? 2 3 5. അപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യം, 2 രീതിയിൽ നമ്പറിങ് ചെയ്യുമ്പോഴും ആദ്യത്തെ ശാഖ വരുന്ന കാർബണിന്റെ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് 2 തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് പ്രിഫർ ചെയ്യും? ഏറ്റവും അടുത്ത ശാഖ വരുന്നത് ഏതാണ്? കുറവ് നമ്പർ. അപ്പൊ അതല്ലേ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ശാഖ ഏതാണ്? ഏതിലാ വരേണ്ടത്? 3ലാണ് വരുന്നത് അല്ലെ? അപ്പൊ 3ാമത്തെ കാർബണിലാണ് രണ്ടാമത്തെ ശാഖ വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ് ശരിയായത് ടിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടു? ഇടത് നിന്ന് വലത്തോട്ട് ചെയ്യുമ്പോഴാണോ അതോ വലത് നിന്ന് ഇടത്തോട്ട് ചെയ്യുമ്പോഴാണോ? വലത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് അല്ലെ? അപ്പം രണ്ടാമത്തതാണ് കറക്റ്റ് വരിക. ഇനി അതിന്റെ IUPAC നാമം നമുക്കൊന്ന് വരച്ചിട്ട് എഴുതി നോക്കിയാലോ? നമ്മൾ പറഞ്ഞു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്പർ ചെയ്യേണ്ടത് അല്ലെ? അപ്പോൾ 2 3 5. 3ലും, അതായത് 2ലും 3ലും 5ലും ഏത് ഗ്രൂപ്പാണ് ശാഖയായിട്ട് വരുന്നത്? മീഥൈൽ ഗ്രൂപ്പാണ്. അതോ 3ഉം മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? ട്രൈമീഥൈൽ. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ? 6 കാർബൺ ആണ് അല്ലെ? എല്ലാതും സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് തന്നെ ഹെക്സെയിൻ എന്ന് വരും. അപ്പൊ എന്താണ് ഇതിന്റെ പേര്? 2 3 5 ട്രൈമീഥൈൽ ഹെക്സെയിൻ. ഇനി നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനെ ഒന്ന്
നമ്പർ കൊടുത്താലോ? അതിനൊന്ന് നെയിം ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് നമ്പർ ചെയ്യാം. ആദ്യം നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യാം. 7. ഓക്കെ. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ബ്രാഞ്ചസ് വരുന്നത് ഏതൊക്കെ കാർബണിലാണ്? 2, 3, 6 എന്നീ കാർബണിലാണ്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോഴോ 2, 5, 6 എന്നീ കാർബണിലാണ് ബ്രാഞ്ചസ് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഏത് പ്രിഫർ ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്ത നമ്പറിങ് അല്ലേ. അപ്പൊ നമുക്കിതിന് എന്ത് പേര് കൊടുക്കാം? 2, 3, 6. എല്ലാതും മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ട്രൈമീഥൈൽ. മൊത്തം 7 കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ, അതുകൊണ്ട് ഹെപ്റ്റെയിൻ. 2, 3, 6 ട്രൈമീഥൈൽ ഹെപ്റ്റെയിൻ. ഇനി നമുക്ക് ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. അപ്പൊ നെയിം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യണം? മെയിൻ ചെയിൻ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. അപ്പൊ ഇതില് മെയിൻ ചെയിൻ ഏത് വരും? ഇതാണ് മെയിൻ ചെയിൻ വരിക. ഇനി ഈ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഈ സംയുക്തത്തിലെ ശാഖകളുടെ എണ്ണം, എത്ര ശാഖകൾ വരുന്നുണ്ട്? 2 ശാഖകൾ വരുന്നുണ്ട് അല്ലെ. ഇതാണ് 2 ശാഖകൾ. അപ്പൊ ശാഖകളുടെ എണ്ണം 2. ശാഖകളുടെ പേരുകൾ എന്ത് വരും? മീഥൈൽ എന്ന് വരും അല്ലെ. അപ്പം മീഥൈൽ എന്നാണ് ശാഖകളുടെ പേരുകൾ, 2 ശാഖകളുടെയും പേരുകൾ. ഇനി ശാഖകളുടെ സ്ഥാനസംഖ്യകൾ. 2 ശാഖയും വരുന്നത് ഏത് കാർബണിലാണ്? 2ാമത്തെ കാർബണിലാണ്. അപ്പൊ 2 ശാഖകളുടെയും സ്ഥാനസംഖ്യകൾ എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഇനി IUPAC നാമം. 2 ശാഖകൾ ഉള്ളതുകൊണ്ട് നമ്മൾ 2, 2 എന്ന് കൊടുത്തു. കാരണം ഒരു ശാഖയുടെ 2 ആണ്, 2ാമത്തെ ശാഖയുടെ 2 ആണ്. അപ്പൊ ഇതിന്റെ IUPAC നാമം നമുക്ക് എങ്ങനെ എഴുതാം? 2 ശാഖയുടെ സ്ഥാനം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ട് 2, 2. 2ഉം മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈമീഥൈൽ. മൊത്തം മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ, അതുകൊണ്ട് പ്രൊപ്പെയിൻ. ഇനി നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 106 ഒരു ക്വസ്റ്റ്യൻ ആണ്. 2, 3 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ എന്ന കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കണം. അപ്പൊ നമുക്ക് നെയിമിങ് ചെയ്യാൻ മാത്രമല്ല, നെയിം തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാനും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിന്റെ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? ആദ്യം നമ്മൾ അതിന്റെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് നോക്കണം. അപ്പൊ എത്ര ബ്യൂട്ടെയിൻ എന്നാ പറയുന്നത് അല്ലെ. അതായത് 4 കാർബൺ ആണ്, എല്ലാ കാർബണും സിംഗിൾ ബോണ്ടാണ്. അപ്പൊ നമുക്ക് 4 കാർബൺ എഴുതാം. 4 കാർബൺ എഴുതി അല്ലെ. ഇനി 2, 3 ഡൈമീഥൈൽ. അപ്പോൾ ഇതിലെ 2ലും 3ഉം 2ാമത്തെയും 3ാമത്തെയും കാർബണിലാണ് എന്ത് വരുന്നത്? ശാഖകൾ വരുന്നത്. അപ്പം നമുക്ക് 2ാമത്തെ കാർബണിലും 3ാമത്തെ കാർബണിലും ഏത് ശാഖയാണ്? മീഥൈലാണ് അല്ലെ. അപ്പം CH3. ഇനി നമുക്ക് ഇതിലെ വാലൻസി ഫില്ല് ചെയ്യണ്ടേ? ഫസ്റ്റ് കാർബണില് 3 ഹൈഡ്രജൻ, 2ാമത്തെ കാർബണിൽ ഇവിടെ ഓൾറെഡി 3 വാലൻസി ഫില്ലായി, അതുകൊണ്ട് തന്നെ ഇവിടെ 1 ഹൈഡ്രജനേ വരുള്ളൂ. 3ാമത്തെ കാർബണിലും 3 വാലൻസി ഫില്ലായതുകൊണ്ട് 1 ഹൈഡ്രജൻ. 4ാമത്തെ കാർബണിൽ CH3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2, 3 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ എന്ന കോമ്പൗണ്ട് കിട്ടി. അപ്പം 2, 3 ഡൈമീഥൈൽ ബ്യൂട്ടെയിന്റെ ഘടനാവാക്യാണ് കേട്ടോ ഇത്. ഇനി ഇതിന്റെ മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? മുഖ്യ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. അപ്പം ഇതിൽ മൊത്തം 4 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. മുഖ്യ ചെയിൻ എഴുതിയാലോ? മുഖ്യ ചെയിൻ നമ്മൾ ആദ്യം എഴുതി അല്ലെ. ശാഖകൾ ഏതൊക്കെയാണ്? ശാഖകൾ ഏതാണ്? മീഥൈൽ ഗ്രൂപ്പാണ്. 2ഉം മീഥൈൽ ഗ്രൂപ്പാണ്. അവയുടെ സ്ഥാനം എവിടെയാണ്? 2, 3 എന്നീ സ്ഥാനങ്ങളിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്.
അപ്പം നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയ പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈനിന്റെ സ്ട്രക്ചർ വരച്ചിരിക്കുന്നത് കേട്ടോ. പേജ് നമ്പർ 106 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. 106 കേട്ടോ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ സംയുക്തത്തിന്റെ പേര് തന്നിട്ടുണ്ട്, അതിന്റെ സംയുക്തത്തിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അതിന്റെ IUPAC നെയിം ഒന്ന് എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം നമ്പർ ചെയ്യാം. നമുക്ക് ഏതൊക്കെ ഏറ്റവും ലീസ്റ്റ് നമ്പർ വരണം അല്ലെ ബ്രാഞ്ചിന്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് ഇവിടെ ലീസ്റ്റ് നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ചെയ്യാം 4, 5, 6. ഓക്കെ, അപ്പം ഏതൊക്കെ കാർബണിൽ ബ്രാഞ്ച് വരുന്നുണ്ട്? 2, 4 അല്ലെ. അപ്പം 2, 4 രണ്ടും ഏത് ബ്രാഞ്ചസ് ആണ്? രണ്ടും മീഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പോൾ 2, 4 ഡൈമീഥൈൽ. ടോട്ടൽ മെയിൻ ചെയിനിൽ ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 കാർബൺ ആറ്റംസ്. അതുകൊണ്ട് ഹെക്സെയിൻ. ഇനി അടുത്തത് നമുക്ക് IUPAC നാമം തന്നിട്ടുണ്ട്, സ്ട്രക്ചർ വരയ്ക്കണം. ഓക്കെ, അപ്പം 2,3,3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ ആണ് എന്ത് പേര്. അപ്പൊ നമുക്ക് ആദ്യം ഈ പെൻറ്റെയിൻ ഒന്ന് വരച്ചു നോക്കാം. അഞ്ച് കാർബൺ ആറ്റംസ് ഉണ്ടാവും. അപ്പം അത് വരയ്ക്കാം. ഓക്കെ, ഇനി 2,3,3 ട്രൈമീഥൈൽ. അപ്പോൾ ഏതൊക്കെ കാർബണിലാണ് ശാഖകൾ വരുന്നത്? രണ്ടാമത്തെ കാർബണിൽ ഒരു ശാഖ വരുന്നുണ്ട് അല്ലെ, ഒരു മീഥൈൽ. മൂന്ന് ശാഖകളും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. മൂന്നാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് നമ്മൾ 2,3,3 എന്ന് പറഞ്ഞത്. 2,3,3 ട്രൈമീഥൈൽ. അപ്പൊ 3 മീഥൈൽ ഗ്രൂപ്പ് ടോട്ടൽ ഉണ്ട്. അതിലൊന്ന് രണ്ടാമത്തെ കാർബണിലാണ്, രണ്ടാമത്തതും മൂന്നാമത്തതും തേർഡ് കാർബണിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ തേർഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വാലൻസീസ് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് കാർബണിൽ 3 ഹൈഡ്രജൻ, സെക്കൻഡ് കാർബണിൽ 1, തേർഡ് കാർബണിൽ ഹൈഡ്രജൻ വരുന്നില്ല, കാരണം ഇവിടെ 4 വാലൻസീസ് ഓൾറെഡി ഫിൽഡ് ആയി. ഇനി ഫോർത്ത് കാർബണിൽ 2 ഹൈഡ്രജൻ, ലാസ്റ്റ് കാർബണിൽ CH3. ഓക്കെ, അപ്പൊ എന്തായി? നമുക്ക് സ്ട്രക്ചർ കിട്ടിയല്ലോ. ഇനി തേർഡ് വൺ നോക്കാം. 3,3 ഡൈ ഈഥൈൽ പെൻറ്റെയിൻ. അപ്പോൾ പെൻറ്റെയിൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം പെൻറ്റെയിൻ വരയ്ക്കാം. ഓക്കെ, 3,3 ഡൈ ഈഥൈൽ. അതുകൊണ്ട് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? തേർഡ് കാർബണിലാണ് 2 ബ്രാഞ്ചും വരുന്നത്. അതുകൊണ്ട് 3,3 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം CH3. ഏത് ഗ്രൂപ്പാണ് ഇനി വന്നിരിക്കുന്നത് ബ്രാഞ്ച് ആയിട്ട്? ഡൈ ഈഥൈൽ പെൻറ്റെയിൻ ആണ്. ഈഥൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈഥൈൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? CH2, CH3. ഇവിടെയും CH2, CH3 അല്ലെ. 3,3 ഡൈ ഈഥൈൽ, അതായത് മൂന്നാമത്തെ കാർബണിൽ തന്നെ 2 ഈഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഡൈ ഈഥൈൽ. ഓക്കെ, പെൻറ്റെയിൻ. ഇനി നമുക്ക് വാലൻസീസ് ഫില്ല് ചെയ്യാം. CH3, CH2. ഇവിടെ CH ഹൈഡ്രജൻ വരില്ല. ഓക്കെ, ഇവിടെ CH2, CH3. അപ്പോൾ ഇതാണ് 3,3 ഡൈ ഈഥൈൽ പെൻറ്റെയിനിന്റെ സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. സ്ട്രക്ചർ വരയ്ക്കാനുള്ളതാണ് കേട്ടോ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,2 ഡൈമീഥൈൽ ഹെക്സെയിൻ. അപ്പം ഹെക്സെയിൻ ആണ്, അതുകൊണ്ട് നമുക്ക് 6 കാർബൺ ആറ്റംസ് വരയ്ക്കാം. 5, 6. ഓക്കെ, ഇനി 2,2 ഡൈമീഥൈൽ, അതായത് രണ്ടാമത്തെ കാർബണിൽ തന്നെ 2 ബ്രാഞ്ച് വരുന്നുണ്ട്. 2 ബ്രാഞ്ച്. ഏതൊക്കെ ബ്രാഞ്ചാണ്? ഡൈമീഥൈൽ. രണ്ടും മീഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് മുകളിലും CH3, ഇവിടെയും CH3 വരും. ഇനി നമുക്ക് വാലൻസി ഫില്ല് ചെയ്യാം. ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ വരില്ല, കാരണം 4 വാലൻസി ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ CH2, ബാക്കിയൊക്കെ CH2 വരും. CH2, അറ്റത്ത് CH3. അപ്പോൾ ഇതാണ് 2,2 ഡൈമീഥൈൽ ഹെക്സെയിൻ. ഇനി സെക്കൻഡ് വൺ നോക്കാം. 2,5 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. അപ്പം ഹെപ്റ്റെയിൻ ആണ് അല്ലെ.
7 കാർബൺ ആറ്റംസ് ഉണ്ടാവും. അപ്പൊ 7 എണ്ണം എഴുതാം. സിക്സ് 7. ഓക്കെ. ഇനി 2 5, അതായത് രണ്ടാമത്തെയും അഞ്ചാമത്തെയും കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ 2 3 4 5 അഞ്ചാമത്തെ കാർബണിൽ ഏത് ബ്രാഞ്ചാ വരുന്നത്? മീഥൈൽ ഗ്രൂപ്പാണ് അല്ലെ? അപ്പം CH3. CH3. ഓക്കെ. നമുക്ക് വാലൻസീസ് ഫില്ല് ചെയ്യാം. CH, CH2, CH2, CH, CH2, CH3. ഇതാണ് 2,5 ഡൈമീഥൈൽ ഹെപ്റ്റീൻ. ഓക്കെ. അപ്പം നമ്മൾ ഇതുവരെ ഇന്നിപ്പോ എന്താ പഠിച്ചത്? ഒന്നിലധികം ശാഖകൾ വരുന്ന ഹൈഡ്രോ കാർബണുകളുടെ നെയിമിംഗ് ആണ് കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിംഗ്, അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ഹൈഡ്രോ കാർബണുകളുടെ നെയിമിംഗ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഐസോമറിസം പഠിക്കാനുണ്ട്. അതുപോലെ കുറെ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പം ഡെയിലി നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡെയിലി ഓരോ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആണ് കവർ ചെയ്ത് പോവുക. എക്സാം ആകുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് തീർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ നല്ല യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്താ കമന്റ് ചെയ്യാത്തത്? എല്ലാവരും കമന്റ് ചെയ്യണേ. നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.